സർഫസ് ഏരിയാസ് ആൻഡ് വോളിയത്തിൽ ഇന്ന് 13 പോയിന്റ് എക്സസൈസ് ആണ് എടുക്കേണ്ടത്. ലാസ്റ്റ് എക്സസൈസ് ആണ്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 9th എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ. അപ്പോൾ ഇവിടെ സ്ഫിയറിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. അവിടെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വോളിയം ഈക്വൽ ടു 4/3 πr³ ഇവിടെ 4/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 പ്രാവശ്യം 7 എഴുതുക. 7³ ആണ്. അപ്പോൾ 7 ക്യാൻസലായി. ഇവിടെ 88 ഇൻറ്റു 49. 88 ഇൻറ്റു 49 എന്ന് പറഞ്ഞാൽ 72 79 32 3 35 എന്ന് പറഞ്ഞു. അപ്പോൾ 2 11 13 4312 ഡിവൈഡ് ബൈ 3 ആണ്. 4312 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 3 13 4 3s are 12 1 11 3 3s are 9 22 7 3s are 21 1 റിമൈൻഡ്. അപ്പോൾ പോയിന്റ് നമ്മൾ 3 3s are 9. അപ്പോൾ അതങ്ങനെ പോകും. ഇവിടെ 1437.3 ഇവിടെ വോളിയാണ്, അതുകൊണ്ട് cm³ എന്ന് എഴുതുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതിൽ ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് 0.63 മീറ്റർ ആണ്. അപ്പോൾ 0.63 മീറ്റർ ആവുമ്പോൾ അവിടെ മാറും. 0.63 ഇൻറ്റു 0.63 ഇൻറ്റു 0.63 എന്ന് വരും. അപ്പോൾ ഇവിടെ 9 7s are 63 ആണ്. അപ്പോൾ 0.9 0.09 ഇത് 0.63 ആണ്. അതുകൊണ്ട് 0.09 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0.63 എന്ന് കിട്ടും. അതായത് 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്, അതുകൊണ്ട് 0.09. ഇവിടെ 0.03 എന്ന് വന്നു. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 88 ഇൻറ്റു 0.03 ഇൻറ്റു 0.63 ഇൻറ്റു 0.63. അപ്പോൾ 63 ഇൻറ്റു 63 എന്ന് പറയുന്നത് 9 18 37. അപ്പം 9 16 8 9 3 3969 0.3969 ആണ് വരുന്നത്. അതേ ഇൻറ്റു ഇത് 88 ഇൻറ്റു 3 എന്ന് പറയുന്നത് 24 26 264 3969 264 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 36 3 24 27 2 38 3 50 54 5 36 plus 5 41 4 5 23. ഇനി 18 30 13 1 19 1 7. അപ്പോൾ 6 11 16 plus 1 17 plus 1 18 13 14 plus 3 17 13 plus 1 14. അപ്പോൾ 1047.816 ആണ് വരുന്നത്. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 6 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പോൾ 1.047816 cm³ ആണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ എ സോളിഡ് സ്പെരിക്കൽ ബോൾ ഓഫ് ഡയമീറ്റർ 28 cm, അതുപോലെ 0.21 മീറ്റർ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വോളിയാണ് കാണുന്നത്. 4/3 πr³ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ റേഡിയസ് എന്ന് പറയുന്നത് 28/2 ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് 14 എന്ന് കിട്ടി. അപ്പോൾ വോളിയം ഈക്വൽ ടു 4/3 ഇൻറ്റു 22/7 ഇൻറ്റു 14 ഇൻറ്റു 14 ഇൻറ്റു 14. അപ്പോൾ ഇവിടെ 2 ക്യാൻസലായി. ഇനി ബാക്കി ക്യാൻസൽ ആവില്ല. അപ്പോൾ 88 14 ഇൻറ്റു 14 196 196 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12 19 392 ഇൻറ്റു 88. അപ്പോൾ 16 172 73 7 24 plus 7 31 16 172 73 31. അപ്പോൾ 6 9 4 4 3 4
496 ഡിവൈഡ് ബൈ 3 ആണ് വരുന്നത്. അപ്പോൾ 496 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 1 3 4 1 3 14 4 3s are 12 2 29 9 3s are 27 26 8 3s are 24 2 എന്ന് പറയുമ്പോൾ പോയിന്റ് ഇട്ട് 26 6 3s are 18 2. അപ്പോൾ 6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 1149.8.66 സെൻറ്റിമീറ്റർ ക്യൂബ് അതാണ് അതിൻ്റെ വോളിയം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അവിടെ ഡയമീറ്റർ 0.21 മീറ്റർ ആണ്. 0.21 മീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.21 ഡിവൈഡ് ബൈ 2 എടുക്കുക. അപ്പോൾ വോളിയം ഈക്വൽ ടു സെക്കൻഡ്. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 0.21 ഡിവൈഡ് ബൈ 2. അപ്പോൾ വോളിയം ഈക്വൽ ടു 4/3 ഇൻറ്റു 22/7 ഇൻറ്റു 0.21 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0.21 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0.21 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ 0.21 0.03 കൊണ്ട് ക്യാൻസലായി. ഇവിടെ 2 എന്നുള്ളത് 11 ഈ 2 4 കൊണ്ട് ക്യാൻസലായി. അപ്പോൾ ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 21 ഇൻറ്റു 21 എന്ന് പറയുന്നത് 441. 441 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3 12 1 13. ഇനി 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 2 3 1 3 2 3 1. അപ്പോൾ എത്രയാണ് വരുന്നത്? 3 3 5 5 4 1 കിട്ടി. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇതിൽ എത്ര പ്ലേസ് ആണ് പോയിന്റ്? 1 2 3 4 5 6 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പോൾ ഇവിടെ 1 2 3 4 5 ആണുള്ളത്. അപ്പോൾ 0.01455 ഡിവൈഡ് ബൈ 3 ഉണ്ട്. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നതെന്നുള്ളത് നോക്കാം. 0 ആ 0 എഴുതി. അടുത്ത നമ്പർ പോവില്ല, പിന്നെ 0 എഴുതുക. 14 4 3s are 12, പിന്നെ 2 റിമൈൻഡർ. 25 8 3s are 24 1 റിമൈൻഡർ. 15 5 3s are 15 പിന്നെ 1. അപ്പോൾ അത്രയാണ് വരുന്നത്. 0.00485 മീറ്റർ ക്യൂബാണ് വോളിയം കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, ദ ഡയമീറ്റർ ഓഫ് എ മെറ്റാലിക് ബോൾ ഈസ് 4.2 centimeter. What is the mass of the ball? ഇവിടെ mass ആണ് നമുക്ക് കണ്ടത്. The density of the metal is 8.9 gram per centimeter cube ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് mass എന്ന് പറയുന്നത് mass is equal to volume into density ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് mass കിട്ടും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? വോളിയം കണ്ടുപിടിക്കുക. വോളിയം ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ അവിടെ ആർ എന്ന് പറയുന്നത് 4.2/2 അതായത് 2.1 ആണ് നമുക്ക് റേഡിയസ് കിട്ടുന്നത്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 4/3 ഇൻറ്റു 22/7 ഇൻറ്റു 2.1 ഇൻറ്റു 2.1 ഇൻറ്റു 2.1. അപ്പോൾ ഇവിടെ നമുക്ക് 0.3 2.1 ആണ്. അതുകൊണ്ട് 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ 2.1 ആയി. ഇവിടെ 0.3യും 3യും നമുക്ക് ക്യാൻസലായി 0.1 ആയി. ഇനി ഇത് 88 21 ഇൻറ്റു 21 എന്ന് പറയുന്നത് 441 അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ കൂടെ 88 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം. 8 32 3 35 8 32 3 35 എന്ന് പറഞ്ഞു. 8 10 7 8 8 3. ഇപ്പോൾ 3 8 8 0 8 ആണ് വരുന്നത്. എത്ര പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് 1 2 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പോൾ 38.808 സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് വോളിയം കിട്ടിയത്. ഇനി മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എത്രയാണ്? 8.9 gram per centimeter ക്യൂബാണ്. അപ്പോൾ 38.808 ഇൻറ്റു 8.9 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് ഗ്രാമിൽ കിട്ടും. പിന്നെ വേണമെങ്കിൽ കിലോഗ്രാമിലാക്കാം, ഇല്ലെങ്കിൽ ഗ്രാം തന്നെ എഴുതാം. 38.808 ഇൻറ്റു 89. 8 7s are 72 7 sorry 8 9s are 72 7 72 7 72 plus 7 79 7 27 plus 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 ആയി. അവിടെ 8 8s are 64 6 64 6
77, 24 plus 7, 31. അപ്പോൾ 2, 11, 8, 9 ആയി അവിടെ. 9, 13, 1, 5, 4, 3. 3, 4, 5, 9. 3, 4, 5, 3, 9, 1, 2 ആണ് വരുന്നത്. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 4 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 345.3912 ഗ്രാം ആണ് നമുക്ക് മാസ് എന്ന് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ 4th ക്വസ്റ്റ്യൻ, ദ ഡയമീറ്റർ ഓഫ് ദ മൂൺ ഈസ് അപ്രോക്സിമേറ്റ്ലി 1/4 ദ ഡയമീറ്റർ ഓഫ് ദി എർത്ത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം ഓഫ് ദ എർത്ത് ഈസ് ദ വോളിയം ഓഫ് ദ മൂൺ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഡയമീറ്റർ ഓഫ് മൂണ് എർത്തിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ഓഫ് എർത്ത് എന്തായിട്ട് എടുക്കാം? ഡയമീറ്റർ ഓഫ് എർത്ത്, ലെറ്റ് ദ ഡയമീറ്റർ ഓഫ് എർത്ത് ബി, ഏതിനെ കമ്പയർ ചെയ്തിട്ടാണോ പറയുന്നത് അത് എടുക്കുക. എക്സ്. ഇപ്പോൾ ലെറ്റ് ദ ഡയമീറ്റർ ഓഫ് എർത്ത് ബി, നമ്മൾ ഇവിടെ 2r ആയിട്ടാണ് എടുക്കുന്നത്. എർത്തിൻ്റെ ഡയമീറ്റർ 2r. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ഓഫ് മൂൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമീറ്റർ ഓഫ് മൂൺ ഈക്വൽ ടു, ഇവിടെ എർത്തിൻ്റെ ഡയമീറ്ററിൻ്റെ 1/4 ആണ് ഡയമീറ്റർ ഓഫ് മൂൺ. അപ്പോൾ ഇവിടെ നമുക്ക് r/2 എന്ന് കിട്ടും. ഡയമീറ്റർ ഓഫ് മൂൺ എന്ന് പറയുന്നത് r/2. നമുക്ക് ഇവിടെ വോളിയത്തിൻ്റെ ഫ്രാക്ഷൻ ആണ് വേണ്ടത്. വോളിയം കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റേഡിയസ് വേണം. അപ്പോൾ റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡയമീറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡയമീറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ റേഡിയസ് r വന്നു. റേഡിയസ് ഓഫ് മൂൺ എന്ന് പറയുന്നത് ഇവിടെ r/2 ആണ്. r/2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ r/4 ആണ് നമുക്ക് റേഡിയസ് ഓഫ് മൂൺ കിട്ടുന്നത്. ഇനി വോളിയം കാണാം. വോളിയം ഓഫ് മൂണിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ r³ എന്ന് പറയുന്നത് അവിടെ r³/4³ എന്ന് വരും. 4³ എന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ നമുക്ക് എത്രയാണ് വരിക? 4 ക്യാൻസൽ ആവും. 4³ ആണുള്ളത്. അതായത് 4 × 4 ആണ് 4³. അപ്പോൾ അതിൽ ഒരു 4 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് അവിടെ അതായത് 16 × 3 എത്രയാണ് വരുന്നത്? 48. ഇപ്പോൾ πr³/48 ആണ് കിട്ടുന്നത്. πr³ ഡിവൈഡ് ബൈ 48 ആണ് ഇത് വോളിയം ഓഫ് മൂൺ. ഇനി നമുക്ക് വോളിയം ഓഫ് എർത്ത് കാണാം. വോളിയം ഓഫ് എർത്ത് എന്ന് പറയുന്നത് അവിടെ റേഡിയസ് എത്രയാണ്? 6. വോളിയം ഓഫ് എർത്ത് ഈക്വൽ ടു 4/3 πr³ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടിൻ്റെയും ഫ്രാക്ഷൻ എത്ര ഇതിലാണ് ഉള്ളത് എന്നുള്ള. അപ്പോൾ വോളിയം ഓഫ് മൂൺ ഡിവൈഡ് ബൈ വോളിയം ഓഫ് എർത്ത്. വോളിയം ഓഫ് മൂൺ ഡിവൈഡ് ബൈ വോളിയം ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ 4 അതായത് മൂണിൻ്റെത് എത്രയാണ് നമുക്ക് കിട്ടിയത്? πr³ ഡിവൈഡ് ബൈ 48 ആണ്. അത് ഡിവൈഡ് ബൈ 4/3 πr³. അപ്പോൾ എന്താവും? അത് 3 മുകളിൽ പോവും. ഇവിടെ 4πr³ എന്ന് വരും. അപ്പോൾ ഇതിൽ നമുക്ക് 4πr³ ക്യാൻസലായി. ഇവിടെ 48, ഇവിടെ 16. അപ്പോൾ 16 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64. അപ്പോൾ 1/64 ആണ് കിട്ടുന്നത്. വോളിയം ഓഫ് മൂൺ ഈക്വൽ ടു വോളിയം ഓഫ് മൂൺ ഡിവൈഡ് ബൈ വോളിയം ഓഫ് എർത്ത് എന്ന് പറയുന്നത് 1/64 വരും. അപ്പോൾ നമുക്ക് അത് എങ്ങനെ എഴുതാം? വോളിയം ഓഫ് മൂൺ ഡിവൈഡ് ബൈ വോളിയം ഓഫ് എർത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 1/64 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ വോളിയം ഓഫ് മൂൺ ഈക്വൽ ടു 1/64 വോളിയം ഓഫ് എർത്ത് എന്ന് പറയാം. വോളിയം ഓഫ് മൂൺ ഈക്വൽ ടു 1/64 വോളിയം ഓഫ് എർത്ത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. How many liters of milk can a hemispherical bowl of diameter 10.5 cm can hold? അപ്പോൾ അവിടെ വോളിയം ആണ് കാണേണ്ടത്. വോളിയം എന്ന് പറയുന്നത് 2/3 πr³ ആണ്. ഇവിടെ r എന്ന് പറയുന്നത് 10.5/2 ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. റേഡിയസ് എന്ന് പറയുന്നത് 10.5/2.
അപ്പോൾ വോളിയം ഈക്വൽ ടു 2/3 ഇൻറ്റു 22/7 ഇൻറ്റു 10.5/2 ഇൻറ്റു 10.5/2 ഇൻറ്റു 10.5/2. അവിടെ നമുക്ക് 2 ക്യാൻസലായി, 2ഉം 22ഉം 11 ടൈംസ് ക്യാൻസലായി, ഇത് 1.5 ക്യാൻസലായി. ഇനി ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 6 ഉണ്ട്, 105 ഇൻറ്റു 105, 105 5 2 5 0 5 0 1. അപ്പോൾ നമുക്ക് 2 10 1 11025 ആണ് വരുന്നത്. 11025 ഇൻറ്റു ഇവിടെ ഇത് 11 ഇൻറ്റു 15 എന്ന് പറയുന്നത് 165. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 10 12 1 5 5. ഇവിടെ 33 15 1 6 6. അതിൽ 5 2 0 1 1. അപ്പോൾ 5 2 11 1 6 7 8 9 ആയി. 11 7 8 1 8 1 9 125 ആണ് വരുന്നത്. അപ്പോൾ 1819125 ഡിവൈഡ് ബൈ ഇവിടെ 6 ആണുള്ളത്. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 18. അപ്പോൾ അടുത്തത് 0 3 18 പോയിന്റ്. ഇവിടെ 111 1 ടൈം 552 അപ്പം 8 6 are 48 ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഇത്രയാണ് വരുന്നത്. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് കിട്ടുന്നത്. ഇവിടെ ലിറ്റർ ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? 0.303 ഇത്രയും ലിറ്റേഴ്സ് എന്ന് പറയും. 6th question. Hemispherical tank is made up of an iron sheet 1 cm thick. If the inner radius is 1 meter, then find the volume of iron used to make the tank. അപ്പോൾ ഹെമിസ്ഫെരിക്കൽ ടാങ്ക് ആണ്. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2/3. ഇവിടെ ഇന്നർ റേഡിയസും തിക്നെസ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2/3 പൈ r ക്യൂബ്. ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ R, ഇന്നർ റേഡിയസ് സ്മോൾ r, അങ്ങനെ എടുക്കുക. അപ്പോൾ ഇവിടെ ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ഈക്വൽ ടു, അതായത് 1 മീറ്ററിൻ്റെ കൂടെ ഈ തിക്നെസ് ആഡ് ചെയ്യുക. 1 മീറ്റർ 0.01 മീറ്റർ ആവും. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01 മീറ്റർ. അപ്പോൾ 1 + 0.01 എന്ന് പറയുന്നത് 1.01. അപ്പോൾ ക്യാപിറ്റൽ R 1.01. ഇനി വോളിയം ഈക്വൽ ടു 2/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു 1.01 ക്യൂബ് മൈനസ് R ക്യൂബ്. R ക്യൂബ് സ്മോൾ r 1 ക്യൂബ്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 22 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 7. ഇവിടെ 101 ഇൻറ്റു 101 101 0101. അപ്പോൾ 102 10201 102 3 ടൈംസ് ഉണ്ട്. അപ്പോൾ ക്യൂബാണ്. ഇതിനെ ഇനി ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 10201 ഇൻറ്റു 101. അപ്പോൾ 10201 0. ഇനി 1 ഇൻറ്റു 1 1 0 2 0 1. അപ്പോൾ 10301. അപ്പോൾ എത്ര പ്ലേസ് ആണ്? പോയിന്റ് 6 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് 1 2 3 4 5 6. അപ്പോൾ 1.0303001 മൈനസ് 1. അപ്പോൾ അതിൽ 1 ക്യാൻസലായി. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ഉണ്ടാവുക? 44/21 ഇൻറ്റു ഇത് 1 ഇത് മൈനസ് ചെയ്യുമ്പോൾ 0.030301. അപ്പോൾ ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കണം. അതായത് 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത് 0.06348 മീറ്റർ ക്യൂബ്. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 21 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി.
അടുത്ത ക്വസ്റ്റ്യൻ. And the volume of a sphere whose surface area is 154 centimeter square. സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 4πr² ആണ് സ്ഫിയറിൻ്റെത്. അത് 154 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 154 ഡിവൈഡ് ബൈ 4π ആണ് വരിക. അവിടെ പൈൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ 4 × 22/7. ആ 7 മുകളിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഇതിന് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 11, ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 77 എന്ന് വരും. അപ്പോൾ ഇതിവിടെ 7 ആയി. 49/4. 49/4 ആണ് ആർ സ്ക്വയർ. അപ്പോൾ ആർ എന്ന് പറയുന്നത് 7/2. ആർ 7/2 കിട്ടിക്കഴിഞ്ഞാൽ വോളിയം ഈക്വൽ ടു 4/3πr³ ആണ്. അവിടെ 4/3 × 22/7 × r³ എന്ന് പറയുന്നത് 7/2 × 7/2 × 7/2. ഇവിടെ നമുക്ക് 2 2 4 ക്യാൻസലായി. ഈ 2 ഇത് 11 ക്യാൻസലായി. ഇവിടെ 7 7 ക്യാൻസലായി. അപ്പോൾ 49 × 11. 49 × 11 എന്ന് പറയുന്നത് 9 4 9 4 539. അപ്പോൾ 539/3 ആണ് വരുന്നത്. 539/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 23-ൽ 7 3s are 21, 90-ൽ 6 3s are 18, 1 റിമൈൻ പോയിന്റ് ഇടുമ്പോൾ 10-ൽ 3, പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും cm³ ആണ് അതിൻ്റെ വോളിയം. അപ്പോൾ 8th question. A dome of a building is in the form of a hemisphere. From inside it was whitewashed at the cost of rupees 4989. Cost of 4989.6 rupees. അതായത് ₹20 പെർ മീറ്റർ സ്ക്വയറിന് ₹20 വെച്ചിട്ട് ഇൻസൈഡ് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര പൈസ ചിലവാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഡോമിൻ്റെ ഇൻസൈഡ് സർഫസ് ഏരിയ കാണണം. അതുപോലെ വോളിയം ഓഫ് എയർ ഇൻസൈഡ് ദ ഡോം ആണ് കാണേണ്ടത്. അപ്പോൾ ഇൻസൈഡ് സർഫസ് ഏരിയ പെർ മീറ്റർ സ്ക്വയറിന് ₹20 വെച്ചിട്ട്, ഇൻസൈഡ് സർഫസ് ഏരിയ എത്രയാണെന്ന് അറിയില്ല, പെർ മീറ്റർ സ്ക്വയറിന് ₹20 വെച്ചിട്ട് ഇൻസൈഡ് സർഫസ് ഏരിയ ഇൻറ്റു 20 ചെയ്താൽ കിട്ടുന്നതാണ് ഇത്. അപ്പോൾ ഇൻസൈഡ് സർഫസ് ഏരിയ ഇൻറ്റു 20, സർഫസ് ഏരിയ ഇൻറ്റു 20 ആണ് എത്ര? 4989.6 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻസൈഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു 4989.6 ഡിവൈഡ് ബൈ 20. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്താൽ മതി. 4989.6 ഡിവൈഡ് ബൈ 2 × 10. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 2s are 4, 4 8 9, ഇവിടെ എത്ര വരും? 9, ഇവിടെ 4.8, അത്രയും ഡിവൈഡ് ബൈ 10 ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ബൈ 10 ആകുമ്പോൾ 249.48 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഇൻസൈഡ് സർഫസ് ഏരിയ എന്ന് കിട്ടുന്നത്. ഇനി അതിൽ നമുക്ക് വോളിയാണ് കാണേണ്ടത്. വോളിയം എന്ന് പറയുന്നത് 2/3πr³ ആണ്. അവിടെ r നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ r ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇൻസൈഡ് സർഫസ് ഏരിയ, ഹെമിസ്ഫിയറിൻ്റെ ഇൻസൈഡ് സർഫസ് ഏരിയ, കേർവ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr² ആണ്. അപ്പോൾ അതിൽ r² എന്ന് പറയുന്നത് 249.48 ഡിവൈഡ് ബൈ 2π വരും. പൈയുടെ വാല്യൂ 22/7. അപ്പം ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 2 4.74 എന്ന് വന്നു. 1 2 4.74 ഡിവൈഡ്. അപ്പോൾ ഇതിനെ ഇനി എന്ത് ചെയ്യുക? ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11 ആയി. ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 62.37 വന്നു. 62.37 × 7, 6237 × 7, 9, 21 + 4 എന്ന് പറയുന്നത് 25, 2, 14 + 2 16, 1 4 3 6 5 9. അത് ഡിവൈഡ് ബൈ 11 ഉണ്ട്. ഇവിടെ ആ പോയിന്റ് നമുക്ക് എത്ര? 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പോൾ 436.59 ഡിവൈഡ് ബൈ 11 ആണ് വരുന്നത്. 436.59 ഡിവൈഡ് ബൈ 11 എന്ന് പറയുമ്പോൾ ഇവിടെ 333 10 10-ൽ പോവില്ല. 106-ൽ 9, അപ്പോൾ 99 ഇവിടെ പോയിന്റ് വന്നു. ഇവിടെ 7 75-ൽ ഇവിടെ 6 66 9 99-ൽ 9 39.69 ആണ് വരുന്നത്.
അപ്പോൾ ആർ സ്ക്വയർ ആണ് 39.69 കിട്ടിയത്. ഇനി നമുക്ക് ഇതിന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. 39.69 നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ഡിവിഷൻ ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷനേക്കാളും ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു 39.69 എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 39.69. അപ്പോൾ ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ 39.69. അപ്പോൾ ഇതിൽ 39ൻ്റെ നിയറസ്റ്റ് സ്ക്വയർ 6 ആർ 36. അപ്പോൾ 3 റിമൈൻഡർ. ഇനി 69 ഒരുമിച്ച് എഴുതുക. ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് 12. 12ൻ്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 123. ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ ഇവിടെ എഴുതണം. 963. അപ്പോൾ അവിടെ 3 ആണ് വരുന്നത്. അപ്പോൾ 123 ഇവിടെ 6.3, 3.69. അപ്പോൾ 0. അപ്പോൾ ആർ എന്ന് പറയുന്നത് നമുക്ക് 6.3 കിട്ടി. 6.3 കിട്ടിക്കഴിഞ്ഞാൽ ഇനി വോളിയം ഈക്വൽ ടു 2/3 പൈ ആർ ക്യൂബ് ആണ്. അപ്പോൾ 2/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 6.3 ഇൻറ്റു 6.3 ഇൻറ്റു 6.3. അപ്പോൾ ഇവിടെ ക്യാൻസലായി 0.9. 9 7s 63 ആണ്. 6.3 ഉള്ളത് കൊണ്ട് നമ്മൾ 0.9 കൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇവിടെ 3 എന്ന് പറയുന്നത് 0.3 കൊണ്ട് ക്യാൻസലായി. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതാണ് നിങ്ങൾ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് പഠിക്കണം. ഇനി ഇതിൽ 6.3 ഇൻറ്റു 6.3 ഇൻറ്റു 0.3 ഇത് 44 ആയി. വേണമെങ്കിൽ 44 ഇൻറ്റു 3 എന്ന് പറയുന്നത് 132. ഇനി 63 ഇൻറ്റു 63 ഇൻറ്റു 63 എന്ന് പറയുന്നത് 9, 18, 18, 37. അപ്പോൾ 9, 6, 8, 9, 3969. നമ്മളിപ്പോൾ നോക്കിയതാണ് 3969ൻ്റെ ആണ് 63. അപ്പോൾ അത് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല, ഓർമ്മിക്കാതെ ചെയ്തത്. അപ്പോൾ 3969 ഇൻറ്റു 132 ചെയ്യുക. 3969 ഇൻറ്റു 132 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 8, 13, 1, 19, 1, 6, 7 ആയി. ഇവിടെ 27, 2, 18 + 2 20, 27 + 2 29, 2, 11, 9, 6, 9, 3. അപ്പോൾ 8, 10, 19, 1, 17, 17 + 6, 23, 23. ഇവിടെ 10, 10 + 3, 10 + 2, 2, 12, 1, 4, 5, 2, 3, 9, 0, 8 ആണ് വരുന്നത്. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 1, 2, 3. 523.908 മീറ്റർ ക്യൂബാണ് വോളിയം കിട്ടുന്നത്. അപ്പോൾ 9th question, 27 solid iron spheres, each of radius r and surface area s are melted to form a sphere with the surface area s dash. Find the radius r dash of the new sphere. പിന്നെ റേഷ്യോ ആണ് കാണേണ്ടത്, സർഫസ് ഏരിയൻ്റെ റേഷ്യോ, സോളിഡ് സ്ഫിയറിൻ്റെ റേഷ്യോ അതുപോലെ ന്യൂ സ്ഫിയറിൻ്റെ റേഷ്യോയും കൂടി കാണാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 27 സോളിഡ് അയൺ സ്ഫിയറിനെ മെൽറ്റ് ചെയ്തിട്ട് പുതിയൊരു സ്ഫിയറാക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് നമുക്കിവിടെ അതിന് രണ്ടിൻ്റെയും വോളിയാണ് സെയിം ആയിട്ട് വരിക. കാരണം 27 സോളിഡ് അയൺ സ്ഫിയറിനെ മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം ആ സെയിം അളവ് തന്നെയാണ് നമ്മൾ പുതിയൊരു സ്ഫിയർ ആക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എഴുതാൻ കഴിയുന്നത് വോളിയം ഓഫ് 27 സോളിഡ് അയൺ സ്ഫിയർ ഈക്വൽ ടു വോളിയം ഓഫ് ന്യൂ സ്ഫിയർ ആണ്. രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പോൾ വോളിയം ഓഫ് ന്യൂ സ്ഫിയർ എന്ന് കൊടുത്തു. ആ ന്യൂ സ്ഫിയറിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് r ഡാഷ് ആണ്. അപ്പോൾ ഇതിൽ വോളിയം ഓഫ് 27 സോളിഡ് അയൺ സ്ഫിയർ ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് എന്ന് പറയുന്നത് r ആണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r ഡാഷ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം ഓഫ് 27 സോളിഡ് അയൺ സ്ഫിയർ ഈക്വൽ ടു വോളിയം ഓഫ് ന്യൂ സ്ഫിയർ ആണ്. എപ്പോഴും ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറുമ്പോൾ അതിൻ്റെ വോളിയാണ് ഈക്വൽ ആവും. അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 27 സോളിഡ് അയൺ സ്ഫിയർ, ഒരു സോളിഡ് അയൺ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ്. ഇവിടെ 27 ആണ്. അപ്പോൾ 27 ഇൻറ്റു 4/3 പൈ, അവിടെ റേഡിയസ് 6 തന്നെയാണ്. അപ്പോൾ r³ ഈക്വൽ ടു
ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ഡാഷ് ക്യൂബ്. കാരണം നമുക്ക് അവിടെ റേഡിയസ് ആർ ഡാഷ് ആണെന്ന് തന്നിട്ടുണ്ട്. ന്യൂസ്ഫിയറിൻ്റെ റേഡിയസ് ആർ ഡാഷ് ആണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 4/3 ക്യാൻസലായി, പൈ ക്യാൻസലായി. അപ്പോൾ 27 ആർ ക്യൂബ് ഈക്വൽ ടു ആർ ഡാഷ് ക്യൂബ്. ഇങ്ങനെയാണ് ഉള്ളത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആർ ഡാഷ്. ഫൈൻഡ് ആർ ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് റേഡിയസ്, ന്യൂസ്ഫിയറിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആർ ഡാഷ് ക്യൂബ് എന്ന് പറയുന്നത് 27 ആർ ക്യൂബ് ആണെങ്കിൽ, അതായത് ഇങ്ങനെ എഴുതാം, ആർ ഡാഷ് ക്യൂബ് ഈക്വൽ ടു 27 ആർ ക്യൂബ്. അപ്പം നമ്മൾ ക്യൂബ് മാറണമെങ്കിൽ എന്ത് ചെയ്യും? ക്യൂബ് റൂട്ട് എന്ന് കൊടുക്കും അല്ലേ? അപ്പോൾ ആർ ഡാഷ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27 ആർ ക്യൂബ്. ക്യൂബ് റൂട്ട് ഓഫ് 27 ആർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണത്തിൽ നിന്ന് 1 നമ്മൾ പുറത്തേക്ക് എടുക്കും. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 3 ആർ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 6 × 6 ആണ്. അപ്പോൾ ഇത് റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, ക്യൂബ് റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്താവും? 3r. അപ്പോൾ ആർ ഡാഷ്, റേഡിയസ് ഓഫ് ന്യൂ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 3r. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതുക, ന്യൂ ക്യൂബ് അല്ല, ന്യൂ സ്ഫിയർ. റേഡിയസ് ഓഫ് ന്യൂ സ്ഫിയർ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 3r എന്ന് കിട്ടി. ആർ ഡാഷ് 3r എന്ന് കിട്ടി. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ടിൻ്റെയും സർഫസ് ഏരിയയുടെ റേഷ്യോ കാണാം. സർഫസ് ഏരിയ എസും എസ് ഡാഷും. എസ് എന്ന് പറയുന്നത് 4πr² ആണ്. ന്യൂസ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എസ് ഡാഷ് ആണ്. എസ് ഡാഷ് എന്ന് പറയുന്നത് 4πr² എന്ന് പറഞ്ഞു. രണ്ടിന്റെ റേഷ്യോ S/S' ഈക്വൽ ടു 4πr² ഡിവൈഡ് ബൈ 4πr' ആണ് വരിക. ആർ ഡാഷ് ഏതിന് ഈക്വൽ ആണ്? 3r ഈക്വൽ ആണ്. അപ്പോൾ അവിടെ 4π നമുക്ക് ക്യാൻസൽ ആയി പോയി. r² ഡിവൈഡ് ബൈ ആർ ഡാഷ് എന്ന് പറയുന്നത് 3r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എത്രയാ? r² ഡിവൈഡ് ബൈ 9r² ഈസ് ഈക്വൽ ടു ആറും ക്യാൻസൽ ആയി 1/9. 1/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ 1:9. 1:9 ആണ് റേഷ്യോ. അപ്പോൾ റേഡിയസ് ആർ ഡാഷ് ന്യൂ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3r അതിന്റെ എസും സർഫസ് ഏരിയന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:9 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലെ 10th question. A capsule of medicine is in the shape of a sphere of diameter 3.5 millimeter. How much medicine is needed to fill this capsule? അപ്പോൾ ആ ക്യാപ്സ്യൂളിൽ ഫില്ല് ചെയ്യാൻ എത്ര മെഡിസിൻ വേണം? അപ്പോൾ അതെന്താണ് നമുക്ക് കാണേണ്ടത്? അതിൻ്റെ വോളിയം എന്താണ് തന്നിട്ടുള്ളത്? ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ തന്നിട്ട് വോളിയം കാണുകയാണ് വേണ്ടത്. 3.5 നമുക്ക് അവിടെ വോളിയാണ് കാണേണ്ടത്. 4/3 πr ക്യൂബ്. ആർ എന്ന് പറയുന്നത് 3.5/2 ഡയമീറ്ററിൻ്റെ ഹാഫ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 4/3 × 22/7 × 3.5/2 × 3.5/2 × 3.5/2. ഇവിടെ നമുക്ക് 2 4 ആയി. ആ 4 ക്യാൻസലായി. ഈ 2ഉം 22ഉം 11 കൊണ്ട് ക്യാൻസലായി. ഇത് 0.5 കൊണ്ട് ക്യാൻസലായി. അപ്പോൾ 11 × 0.5 എന്ന് പറയുന്നത് 5.5 × 3.5 × 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.25 ഡിവൈഡ് ബൈ 3 എന്ന് വന്നു. ഇനി 1 2 2 5 5 5 അപ്പോൾ 5 12 1 6 5 2 1 6 അപ്പോൾ 6 7 3 7 5 ആണ് വരുന്നത്. അപ്പോൾ 67 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് 67.375/3. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇതിൽ 12ൽ 4 ഇനി 70ൽ 5 3s are 15 അപ്പോൾ 25 ആണ്. 25 ആകുമ്പോൾ 8. അപ്പോൾ ഇത്രയും 22 പോയിന്റ്. ഇത് 5ൽ മേലെ ആയതുകൊണ്ട് 22.46 എന്ന് എഴുതുക. ഇത്രയും മില്ലിമീറ്റർ ക്യൂബാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ എക്സസൈസ് കഴിഞ്ഞു. അതുപോലെ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയം എന്നുള്ള ചാപ്റ്ററും കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഫോർമുലാസ് കാര്യമായിട്ട് പഠിക്കുക. അതുപോലെ അതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് അടുത്ത വർഷം വേണ്ടതാണ്. അപ്പോൾ
ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.